അനിയത്തിയായിട്ടുള്ള നിസുക്കോയെ കൂട്ടി ആ വയസ്സായ ആളെ കാണാൻ വേണ്ടി പോകുന്ന സമയത്താണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. രണ്ടാമത്തെ എപ്പിസോഡാണിത്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ നിസ്കോ ഒരു ഡീമൺ ആയതുകൊണ്ട് അവൾക്ക് രാവിലെ ഒന്നും പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ബാസ്ക്കറ്റ് അന്വേഷിച്ച് നടക്കുവാണ് നമ്മുടെ ടാൻജിറോ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പൂപ്പനോട് അവിടെ കിടക്കുന്ന ഒരു ബാസ്ക്കറ്റും കുറച്ച് മുളയും ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പൂപ്പൻ പറയുന്നു, ഓ അത് എൻ്റെയാണ്, അത് കേടുവന്നാണ്, നിനക്ക് ഉപകാരപ്പെടുമെങ്കിൽ നീ അത് എടുത്തോ എന്ന് പറയുന്നു. ടാൻജിറോ എത്രയാ പൈസയാണെന്ന് ചോദിക്കുകയാണ്. അപ്പം അപ്പൂപ്പൻ പറയാണ് അത് കേടുവന്നാണ്, നീ പൈസയൊന്നും തരണ്ട എന്ന് പറയുന്നു. പക്ഷെ ദേഷ്യപ്പെട്ട് ടാൻജിറോ ചോദിക്കുകയാണ്, എനിക്ക് ആരുടെയും വെറുതെ ഒന്നും വേണ്ട, എത്ര രൂപയാണെന്ന് പറ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ അപ്പൂപ്പൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അപ്പൂപ്പൻ്റെ കൈയും തല്ലി ഒടിച്ചുകൊണ്ട് ടാൻജിറോ അവിടെ നിന്നും നേരെ നിസ്കോയുടെ അടുത്തോട്ട് പോവുകയാണ്. നിസ്കോ ഇതേ സമയം ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു, സൂര്യപ്രകാശം പേടിച്ചിട്ട്. നിസ്കോ എന്ന് വിളിക്കുന്നുണ്ട് ടാൻജിറോ. നോക്കുന്ന സമയത്ത് ഗുഹയ്ക്കകത്ത് ഒരു കുഴിയൊക്കെ കുഴിച്ച് നിസ്കോ അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. മനസ്സിൽ ടാൻജിറോ വിചാരിക്കുന്നു, ഈ ഡീമൺസ് ഒക്കെ ഇതേപോലെയാണോ കാണിക്കുക, കുഴിയൊക്കെ വിരിച്ച് അതിൻ്റെ ഉള്ളിലാണോ ഇരിക്കുക എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ ടാൻജിറോ. അങ്ങനെ ടാൻജിറോ നിസ്കോനെ കൊണ്ടുപോകാനുള്ള ബാസ്ക്കറ്റ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് നിസ്കോക്ക് അത് ചെറിയ ബാസ്ക്കറ്റ് ആയിരുന്നു. നിസ്കോ വലിയ കുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ നിസ്കോനെ അതിനകത്തോട്ട് എങ്ങനെ കയറ്റുമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ടാൻജിറോ. അങ്ങനെ അവളോട് അതിനകത്തോട്ട് കയറാൻ പറയുന്നുണ്ട്. നിസ്കോ അതിനകത്തോട്ട് കയറുന്നുണ്ട്, പക്ഷെ അത് ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ ടാൻജിറോ പറയുന്നു, നീ ഒരു ഡീമൺ അല്ലേ, ഒരു പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് നിനക്ക് ചെറുതാവാനൊക്കെ പറ്റില്ലേ എന്ന് ചോദിച്ചെന്നിരിക്കുന്ന സമയത്താണ് നിസ്കോ അതിനകത്തോട്ട് ചാടി കയറുന്നതും നിസ്കോ ചെറുതാവുന്നതും. ഇത് കണ്ടിട്ട് ടാൻജിറോക്ക് അത്ഭുതമാവുകയാണ്. ഓ നിനക്ക് ചെറുതാവാനും വലുതാവാനൊക്കെ പറ്റുമല്ലേ, എന്തായാലും നീ ഗുഡ് ഗേൾ ആണെന്ന് പറഞ്ഞ് നിസ്കോയെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിസ്കോയെ പൊതിഞ്ഞു കെട്ടി അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് നമ്മുടെ ടാൻജിറോ. ഇതേ സമയമാണ് ഒരു അമ്മയും മോനെയും ടാൻജിറോ കാണുന്നത്. ടാൻജിറോ അവരോട് വഴിയൊക്കെ ചോദിക്കുന്നുണ്ട്, വഴിയും ആ അമ്മച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടാൻജിറിനോട് പറയുന്നു, നീ സൂക്ഷിച്ചു പോകണം, അവിടെയുള്ള ഒരുപാട് പേര് മിസ്സിംഗ് ആവുന്നുണ്ട്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് നീ സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറയുന്നു. ടാൻജിറോ വഴി പറഞ്ഞു തന്നതിന് നന്ദി, ഞാൻ സൂക്ഷിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മയും മകനോടൊക്കെ ടാറ്റ പറഞ്ഞ് ടാൻജിറോ അവിടെ നിന്നും പോവാണ്. സമയം രാത്രിയാവുകയാണ്. നിസ്കോയും ടാൻജിറോയും ഇപ്പോൾ ഒരുപാട് ദൂരം നടന്നിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു വീട് കാണുന്നത്. ആ വീട്ടിൽ നിന്നും വെളിച്ചമൊക്കെ വരുന്നുണ്ട്. നിസ്കോനോട് ടാൻജിറോ പറയുന്നു, ഇന്ന് നമുക്ക് ഈ വീട്ടിലോട്ട് പോവാം, കാരണം അവിടെ ആൾതാമസമുണ്ട്, അവിടെ വെളിച്ചമൊക്കെ കാണുന്നില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ടാൻജിറോക്ക് എന്തോ സ്മെല്ല് വരുന്നത്. അത് ബ്ലഡിൻ്റെ സ്മെല്ലായിരുന്നു. ടാൻജിറോക്ക് മനസ്സിലാവാണ് അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ പോയി നോക്കാമെന്ന് പറഞ്ഞ് നിസ്കോയും ടാൻജിറോയും ആ വീടിൻ്റെ അടുത്തോട്ട് കയറി ചെല്ലുന്നു. വീട് തുറന്ന് നോക്കുന്ന സമയത്താണ് ടാൻജിറോ ആ കാഴ്ച കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മൊത്തം കൊന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഡീമൺ. അത് ഡീമൺ ആണെന്ന് മനസ്സിലാക്കുവാണ് നമ്മുടെ ടാൻജിറോ. ടാൻജിറോ ആകെ പേടിച്ച് അങ്ങ് ഇല്ലാണ്ടായി പോവാണ്. ഇതേ സമയം ആ ഡീമൺ തിരിഞ്ഞു നോക്കുവാണ്. ആരാടാ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്നെ ശല്യപ്പെടുത്തുന്നതെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് 2 പേർ, അതിലൊരു പെണ്ണാണ്. അതാണെങ്കിൽ നമ്മുടെ നിസ്കോ ബ്ലഡൊക്കെ കണ്ട സമയത്ത് വായിലൊക്കെ വെള്ളം വന്നിരിക്കുവാണ്. ഡീമൺസിന് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചെടുക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് അത് കഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ നിസ്കോയുടെ വായിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ടാൻജിറോ ആണെങ്കിൽ പേടിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുവാണ്. ഇതേ സമയമാണ് അവളെ കണ്ടിട്ട് ഒരു ഡീമൺ ആണല്ലോ, പക്ഷെ നീ മനുഷ്യനല്ലേ, നിങ്ങൾ 2 പേരും എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ആ ഡീമൺ നമ്മുടെ ടാൻജിറോയെ തള്ളി താഴെ ഇടുന്നത്. ടാൻജിറോയെ പുറത്തോട്ട് എറിയുവാണ്. ഇതേ സമയം നിസ്കോ ആ ബ്ലഡൊക്കെ നോക്കിക്കൊണ്ട് വായിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ്. ടാൻജിറോയെ അടിച്ച് താഴെയിട്ട ആ ഡീമന് വളരെയധികം ശക്തി ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ടാൻജിറോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ച് ആ ഡീമനെ നൈസായിട്ട് വെട്ടുകയും ചെയ്യുന്നു. എന്നാൽ അത് ഡീമൺ ആയതുകൊണ്ടും അവന് അവൻ്റെ ശരീരം വീണ്ടും പഴയതുപോലെ ആക്കാൻ കഴിവുള്ളത് കൊണ്ടും അവൻ